അപ്പോൾ ചിന്നുവിനോട് സൂരജേട്ടനാണ് ചോദിച്ചതെന്ന് തോന്നുന്നുണ്ട്, ഇങ്ങനെ നായകന് ചോദിച്ചില്ലല്ലോ. അല്ല ഞാനങ്ങനെ ചിന്തിച്ചില്ല, ഞാൻ ആ കഥ പറഞ്ഞേ. അല്ല ആനന്ദ് തന്നെയാണ് ചെയ്യുന്നത്. ആ ഓക്കെ നല്ലതല്ലേ. എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ ടൈമിൽ. കാരണം അവിടെ ഒരു സംശയം മുഖത്തെങ്കിലും വന്നിരുന്നെങ്കിൽ എന്നെ അത് ബാധിച്ചേനെ. താങ്ക് യു. വെൽക്കം. ഭയങ്കര പോസിറ്റിവിറ്റിയുടെ ഹോൾസെയിൽ ഡീലർഷിപ്പ് എടുത്ത ഒരു കഥയാണ്, ഒരു പടമാണ് വിശേഷം. റൊമാൻസ് എന്ന് പറഞ്ഞാൽ ആകെ കാണുന്നത് കുറെ യൂത്ത് ഇതായിട്ടുള്ള ആൾക്കാർ, പ്രായമായവർക്കില്ലേ റൊമാൻസ്. അങ്ങനെ അത്തരം കാര്യങ്ങളാണ് കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത്. ഈ റീമാരേജ് അല്ലെങ്കിൽ ഇപ്പോൾ കഷൻ തല അല്ലെങ്കിൽ കുറച്ച് തടിയുള്ള ഒരാൾ, ഇതൊക്കെ എന്തെങ്ങാണ്ട് വലിയൊരു കാര്യം പോലെയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട്. ഇത് ദൈനംദിനം നമ്മുടെ മനുഷ്യരൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ. അപ്പോൾ അതിനെ ആ രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്ന സിനിമയാണ്. ഒരു വൺ ട്രിക്ക് എന്താ പറയുക, പോണിയായിട്ട് ഞാൻ ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഒരു 5 പടം കഴിയുമ്പോൾ ആൾക്കാർക്ക് മടുക്കും. അത് എനിക്കും മടുക്കും, കാണുന്നവർക്കും മടുക്കും, എന്നെ വിളിക്കുന്നവർക്കും മടുക്കും. ഹായ് ഹലോ സിപെക്സ് ടോക്കിൽ ഇന്ന് എൻ്റെ കൂടെ ചേരുന്നത് ചിന്നു, ചാന്ദിനി ആൻഡ് മധുസൂദനാണ്. രണ്ടുപേരും നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു സിപെക്സ് ടോക്ക്. ഓക്കെ, അപ്പോൾ വിശേഷമാണ് ഇപ്പോഴത്തെ വിശേഷത്തിന്റെ വിശേഷമാണ് നമുക്ക് പറയാനുള്ളത്. അതിനു മുമ്പ് എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? തൽക്കാലത്തേക്ക് വിശേഷമാണ്. വിശേഷത്തിനെ കുറിച്ച് എനിക്കറിയാം. എൻ്റെ ടീസറും സോങ്സും ഇതിലും മൂന്നിലും ഭയങ്കര പോസിറ്റീവ് വൈബ് കൊടുക്കുന്ന ഒരു സാധനം പോലും എനിക്കതിൽ നെഗറ്റീവായിട്ട് ഒരു സീന് പോലും ഇല്ല. അതായത് ഒരു ആക്ഷൻ സീനോ സിനിമേൻ്റെ ഭാഗമായിട്ട് പോലും എനിക്കൊന്നും തോന്നുന്നില്ല. ഫുൾ പോസിറ്റീവ് വൈബ് കൊടുക്കുന്നൊരു സിനിമ. അതുപോലെ തന്നെ സിനിമ ചർച്ച ചെയ്യുന്നത് നമ്മൾക്ക് എന്താ പറയുക, ഒക്കെ സൊസൈറ്റിയിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന 2 സാധനങ്ങൾ. ഒന്ന് സെക്കൻഡ് മാരേജ്, റീമാരേജിൻ്റെ ഒരു ഇതിനെക്കുറിച്ച്, പിന്നെ വിശേഷമായില്ലേ എന്നുള്ളൊരു ചോദ്യം. ഇപ്പോൾ റൈറ്റർ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ തന്നെ എന്താണ് ബാക്കി വിശേഷത്തിനെ കുറിച്ചിട്ടുള്ള, എങ്ങനെയാണ് ആ കഥയിലേക്ക് എത്തുന്നത്, എന്താണ് ആ സിനിമ? വിശേഷം ഈ പറഞ്ഞ പോലെ നമ്മുടെ തൊട്ടയൽവക്കത്തോ നമ്മുടെ വീട്ടിലോ ഒക്കെയുള്ള വിശേഷം തന്നെയാണ്. നമുക്ക് പരിചിതമായ കഥകളും ആൾക്കാരും ഒക്കെ തന്നെയാണ് നമ്മൾ വിശേഷത്തിൽ പറയുന്നത്. പക്ഷെ അത് ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ അത്, കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ വിശേഷം എന്ന വാക്ക് ദൈനംദിനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും ആര് യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ചിലപ്പോൾ അത് വളരെ ഓടായിട്ടുള്ളൊരു ടൈമിലായിരിക്കും. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നൊരു ചോദ്യമായിരിക്കും. ഈ ചോദിക്കുന്ന ആൾക്ക് എന്തിനാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് പോലും ധാരണ ഉണ്ടാവില്ല. പക്ഷെ അത് കേൾക്കുന്ന ആളുടെ അവസ്ഥ വേറെ ഒന്നായിരിക്കും. അപ്പം ഇതിനെയൊക്കെ ഉൾക്കൊള്ളുന്ന, നമുക്ക് പറയാൻ ചില കാര്യങ്ങൾ, ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് നിർത്തി ഇതൊക്കെ തന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്നതെന്ന് മുൻനിർത്തി പറയുന്ന ഒരു കഥയാണ്. അതിനെ വളരെ ഹ്യൂമറസ് ആയിട്ട്, നമുക്ക് വളരെ റിലേറ്റബിൾ ആയിട്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഞാനതിൽ അഭിനയിക്കുകയും കൂടി ചെയ്തുകൊണ്ട് പറയാണ്, ഈ റീമാരേജ് അല്ലെങ്കിൽ ഇപ്പോൾ കഷൻ തല അല്ലെങ്കിൽ കുറച്ച് തടിയുള്ള ഒരാൾ, ഇതൊക്കെ എന്തെങ്ങാണ്ട് വലിയൊരു കാര്യം പോലെയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട്. ഇത് ദൈനംദിനം നമ്മുടെ മനുഷ്യരൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ. അപ്പോൾ അതിനെ ആ രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്ന സിനിമയാണ്. ഈ ഒരു ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എടുക്കാന്നുള്ള ഒരു തോട്ടിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? അത് എനിക്ക് എപ്പോഴും തോന്നാറില്ല. എനിക്ക് മുന്നിലുള്ള വിഷയങ്ങൾ ആണ്, അതായത് എനിക്ക് പരിചിതമായ ചുറ്റുപാടിലുള്ള വിഷയങ്ങൾ എടുത്ത് എഴുതാനാണ് താല്പര്യമുള്ളത്. ഇതിനു മുമ്പ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് കൃഷ്ണൻകുട്ടി പണി തുടങ്ങിയെന്ന് പറഞ്ഞ സിനിമ. അതിൻ്റെ മെയിൻ വിഷയം അത് ഹൊററും ഇതൊക്കെ ആണെങ്കിലും അതിൻ്റെ വിഷയം ഉണ്ടായിരുന്നത് വളരെ സിമ്പിളായിരുന്നു. അതായത് നമ്മളെ കുട്ടിക്കാലം തൊട്ട് ചോറ് കൊടുക്കുമ്പോൾ ഇതിനൊക്കെ കോക്കാച്ചി വരും പിടിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് എന്ത് ഭയം എന്നുള്ള വികാരം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതായിരുന്നു. ഇതിനകത്ത് ഒട്ടും അതുപോലെയല്ല. നമ്മൾ ഭയങ്കര ഈ പറഞ്ഞ ഒരു പോസിറ്റീവ് ഇതാണ്. ആവശ്യത്തിലൊരു നെഗറ്റിവിറ്റി ജീവിതത്തിലേക്ക് ഉണ്ട് എല്ലാവർക്കും. നമുക്ക് വളരെ പോസിറ്റീവായിട്ട് അതിനെ കാണാം പല കാര്യങ്ങളും. അത്തരത്തിൽ പറയുക, ഈ പറഞ്ഞവര് നമുക്ക് ഒരാൾ ബുദ്ധിമുട്ടിലാണെന്ന് പറയുന്നതിന് പകരം അങ്ങനെ കാണുന്നതിന് പകരം അയാൾ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെന്ന് കാണാം. അയാൾ ഭയങ്കര ബുദ്ധിമുട്ടിലാട്ടോ എന്ന് പറയുന്നത് അയാൾ അവിടെ കഷ്ടപ്പെട്ട് അതിനെ ഓവർകം ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയും കാണാം. അതാണ് നമ്മുടെ സിനിമ. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിൽ ഇപ്പോൾ ഇതുപോലെ വിശേഷമായില്ലേ എന്നുള്ള പോലെ കല്യാണമായില്ലേ, ഈവൻ സ്റ്റുഡൻസ് നമ്മൾ പഠിക്കുന്നത് വരെ ഇനി അടുത്തേന്ന് പോണില്ലേ, ഇന്നതാവുന്നില്ലേ, അങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ ഒരു ചോദ്യം ഉണ്ടാവില്ലേ ലൈഫിൽ? പറയൂ.
ഇതുപോലെ തന്നെ ഇനി അടുത്ത് എന്താന്നുള്ള ചോദ്യം, അതെന്താണെങ്കിലും പഠിക്കുന്ന സമയത്ത് ഉള്ളതാണെങ്കിൽ, പിന്നെ ഈ അടുത്ത് തുടങ്ങിയൊരു പരിപാടിയാണ് കല്യാണം. പിന്നെ ഒരു സിനിമയുടെ പ്രൊമോഷൻ തരിക, അടുത്ത പടം ആയില്ലേ. നമ്മുടെ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, SLC കഴിയുമ്പോൾ ഒന്ന് ചിലർ വന്ന് ചോദിക്കും അടുത്ത എന്താ പരിപാടി. ഇത് ചോദിക്കുന്ന ആൾക്ക് എന്ത് കാര്യം, ഒരു കാര്യം ഉണ്ടാവില്ല. ഇതിൽ വളരെ അപൂർവം ആൾക്കാരാണ് അത്രയും കൺസേൺ എടുത്ത് നമ്മളോട് ഒരു കാര്യം ചോദിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ നമ്മൾ കുളിച്ചിട്ട് വരുമ്പോൾ ചോദിക്കില്ല, കുളിക്കാൻ പോയതാണല്ലേ എന്ന് ചോദിക്കുന്ന പോലെ ഉള്ളൊരു ചോദ്യമാണ് അവർക്ക്. പക്ഷെ ഈ ഉത്തരം പറയേണ്ട ആളുടെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും. ചിലപ്പോൾ ആള് ഈ പറഞ്ഞ പോലെ ജോലിയൊന്നും ആയില്ലെന്ന് ചോദിക്കും. അത് അയാളുടെ അവസ്ഥയിൽ നിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അയാൾ ദിവസവും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളായിരിക്കും. അയാൾ എങ്ങനെയെങ്കിലും കരകയറാൻ നോക്കുമ്പോഴേക്കും ദിവസം വന്ന് ചോദിച്ച് അയാളെങ്കിൽ ഡൗൺ ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ. പക്ഷെ ചോദിക്കുന്നവർ ഒരിക്കലും മനസ്സിലാക്കാറില്ല. അപ്പം ആ ചോദ്യം ഒരു അനാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളവർക്കുള്ളൊരു മെസ്സേജ് നമ്മൾ ആരെയും മെസ്സേജോ ഒന്നുമല്ല, ബേസിക്കലി ഇതൊക്കെ നമ്മളൊക്കെ അറിയാതെ ചോദിക്കുന്നുണ്ട്. ആരും ഒരാൾ മാത്രമൊന്നല്ല ചോദിക്കുന്നത്, ഇതെല്ലാവരും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ദൈനംദിനം ചോദിക്കുന്ന ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഹാർഡായിട്ട് ചോദിക്കുന്നതുമല്ല, പക്ഷെ അങ്ങനെ ഒരു കാര്യം അതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറയുന്നുള്ളൂ. ഇത്തെ കഥാപാത്രത്തിലേക്ക് വരുമ്പോഴാണെങ്കിലും ഇപ്പൊ പോലീസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഇല്ല, എനിക്കൊന്നു പോലീസും ഒരു കർഷകനാണെന്ന് തോന്നുന്നല്ലേ, കൃഷി ചെയ്യുന്ന അവരുടെ ഒരു പ്രണയം, പിന്നെ വനിതാ പോലീസിന്റെ ഒരു റൊമാൻസ് പ്രണയം, ഇതൊന്നും മലയാളത്തിൽ അധികം കാണാത്തൊരു സംഭവമാണ്. നമ്മളിപ്പോ വനിതാ പോലീസ് ആണെങ്കിലും ഒരു ഒന്നുകിൽ കോമഡി ചെയ്യുന്ന വനിതാ പോലീസ്, അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള റോള്, അതിലൊരു പ്രണയം റൊമാൻസ് എങ്ങനെയായിരുന്നു ആ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ? ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഞാൻ ഇതിന് മുമ്പ് ഒരു പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര വേറൊരു സോണിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ഒന്ന് അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. പക്ഷെ അതിനെല്ലാം ഉപരി ഈ പറയുന്ന ഭയങ്കര പോസിറ്റിവിറ്റിയുടെ ഹോൾസെയിൽ ഡീലർഷിപ്പ് എടുത്ത ഒരു കഥയാണ്, ഒരു പടമാണ് വിശേഷം. എന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ദുഃഖമില്ലായ്മയല്ല, അതിനെ അതിജീവിക്കുന്നത് അവിടെയാണ് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ചധികം നമ്മുടെ പടത്തിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല പടത്തിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നതാണ് എൻ്റെ ജീവിതാഭിലാഷം. എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളത്, വനിതാ പോലീസിനും റൊമാൻസ് ഉണ്ടാവാമല്ലോ, അത്രേ ഉള്ളൂ. മലയാള സിനിമയിൽ അധികം കാണിക്കാത്ത റോളാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചുറ്റുപാടുമുള്ള കാഴ്ചകളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന കുറച്ച് ഭാഗമാണ് അതൊക്കെ. നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്ന കാര്യമാണ്, ജഡ്ജ്മെന്റിലാണ് നമ്മൾ പലപ്പോഴും ഇവരിങ്ങനെയാണ് അവരെങ്ങനെയാണെന്നൊക്കെ ഉള്ള. അങ്ങനെയല്ല, അവർക്കൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫുണ്ട്. ഇപ്പൊ ഡോക്ടർ, നമ്മൾ റൊമാൻസ് എന്ന് പറഞ്ഞാൽ ആകെ കാണുന്നത് കുറെ യൂത്ത് ഇതായിട്ടുള്ള ആൾക്കാര്, പ്രായമായവർക്കില്ലേ റൊമാൻസ്. അങ്ങനെ അത്തരം കാര്യങ്ങളാണ് കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ എഴുതുന്നത്. സ്റ്റീരിയോടൈപ്പുകളൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയ കഥ അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ മുന്നേ വന്നിട്ടുണ്ട്. ആക്ച്വലി സ്ലൈസ് ഓഫ് ലൈഫ് നമ്മുടെ മുമ്പിൽ കാണുന്നത് ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ മറ്റെവിടെ സംസാരിച്ച വടക്ക് നോക്കിയ തരത്തിലെ ശ്രീനിവാസ സാറിന്റെ ക്യാരക്ടറിന്റെ പ്രണയം എന്ന് പറഞ്ഞാൽ അതിഭീകര പ്രണയമാണ്. അയാൾ ഭയങ്കര റൊമാൻറ്റിക് ആണ്. ദിവസവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഭാര്യ എങ്ങനെ ഇംപ്രസ് ചെയ്യാന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്. അതിന്റെ അളവ് പോലും ഇത്ര വ്യത്യാസം ഉണ്ടെന്നുള്ളത്. ഇത് എഴുതുമ്പോ തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ സൂര്യചേട്ടന്റെ കൂടെ അപ്പോൾ അത് ചർച്ച ചെയ്യുമ്പോ തന്നെ നിങ്ങൾ അതിന്റെ ത്രെഡ് പറയുമ്പോഴോ എപ്പോഴും ഹീറോ ആയിട്ട് ചേട്ടൻ തന്നെ വരിക എന്നുള്ളൊരു സാധാരണ എപ്പോ മുതലാണ് വന്നത്? എപ്പോഴാ കഥയിലേക്കില്ല? ഇല്ല, ഞാനിത് എഴുതുമ്പോഴോ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. എഴുതി തീർന്ന് ഞാൻ ഈ കഥ പറയും, എനിക്ക് എഴുതാനല്ല സമയം വേണം, എനിക്ക് കഥ ഡെവലപ്പ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ കഥ പറയുമ്പോൾ നറേറ്റ് ചെയ്യുമ്പോൾ സൂര്യചേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞു, ഞാനിത് കഥ പറയാൻ അറിയത്തില്ല, കഥ അഭിനയിക്കാൻ അറിയത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ ഞാൻ പ്രസന്റ് ചെയ്യാം. അപ്പൊ ഇത് സാധാരണ ഗതിക്ക് നമ്മൾ നോക്കുന്ന പോലെ വേറെ പല ഹീറോസിനെയൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നു തുടക്കത്തില്. എന്നിട്ട് ഇത് ശ്രദ്ധിക്കുന്നുണ്ട് സൂര്യചേട്ടൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് ഇത് ആനന്ദനൊക്കെ ചെയ്താൽ പോരെ ചോദിച്ചു. ഞാൻ ഇയാളെന്ത് ബോധക്കേട് പറയുന്നുള്ള പരിപാടി ഞാൻ നോക്കിയത്. പക്ഷെ അതിന് വളരെ കൺവിൻസിങ് ആയിട്ടുള്ളൊരു ഇതിനെ ഒരു ഫ്രഷ് ലുക്കിൽ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ഒരു ഡയറക്ടറുടെ ചിന്ത അതിനകത്ത് കൃത്യമായിട്ടുണ്ടായിരുന്നു. അത് എന്നോട് എന്താന്ന് പറഞ്ഞു. ആൻഡ് ഒരുപാട് കോൺഫിഡൻസ് എനിക്ക് തന്നു. പിന്നെ ബേസിക്കലി എനിക്ക് എന്താ വെച്ചാൽ സിനിമയോട് ഭയങ്കര പ്രണയവും ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അത് ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ്.
ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ സിനിമയിലുള്ളത് ഞാൻ ആ ഇഷ്ടം അങ്ങോട്ട് കൊടുക്കുന്നതുകൊണ്ട് സിനിമ എനിക്ക് തിരിച്ചു തരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇങ്ങനൊരു അവസരം വന്നപ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. പിന്നെ ഇപ്പോൾ ചിന്നു ആയാലും നമ്മുടെ കൂടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളായാലും ഞാൻ ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ കുറച്ച് ദിവസം ഡൗട്ട്ഫുൾ ആയിരുന്നു. കാരണം ഞാൻ ചെയ്യുന്നത് ശരിയാവുന്നുണ്ട്, ഇവരൊക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനാണ് ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കുന്നത്. ഇവർ വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ എന്താണെന്ന്. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ ചോദിക്കും. ദെൻ അവർ തരുന്ന കോൺഫിഡൻസിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അഭിനയിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ കഥ എഴുതുമ്പോൾ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ അത് ആസ്വദിക്കുന്ന ഒരു കാര്യമാണ്. ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ക്യാമറ എക്സ്പീരിയൻസ്, ഫസ്റ്റ് ആക്ഷൻ ഒക്കെ പറയുമ്പോൾ? എനിക്ക് പേടിയില്ല, അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. അത് ഞാൻ ഇടയ്ക്ക് പറയും, ബോധമില്ലാത്തതുകൊണ്ടാണോന്ന് അറിയില്ല, പേടിയില്ല. ബേസിക്കലി ഇതാന്ന് തോന്നുന്നു, എനിക്കത് ഇഷ്ടമാണ്. സിനിമയിൽ നിങ്ങൾ എന്ത് പണി തന്നാലും ഞാൻ ചെയ്യും. അത് ഇഷ്ടം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടത്തോടു കൂടി നമ്മൾ നിൽക്കുമ്പോൾ കഷ്ടപ്പാടായിട്ട് തോന്നൂല, അത്രേ ഉള്ളൂ. ചിന്നു ചേച്ചിനെ എങ്ങനെയായിരുന്നു ഈ സമയത്തായിരുന്നു ഈ റോളിലേക്ക് ആക്കാം? ഈ പറഞ്ഞ പോലെ നമ്മളിത് എങ്ങനെ ഈ 2 കഥാപാത്രങ്ങളെ എങ്ങനെ നമുക്ക് സാധാരണക്കാരിൽ ഒരാളാക്കാം എന്നുള്ളതാണ് നമ്മുടെ ചിന്തയുണ്ടായിരുന്നത്. അത് ഞാനാണ് എന്ന് ഒരു സൈഡിൽ തീരുമാനിച്ചപ്പോൾ അപ്പുറത്ത് ആരാവാം എന്നൊക്കെ സ്വാഭാവികമായിട്ട് ചിന്തിക്കുമല്ലോ. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ചിന്നുവിൻ്റെ കാര്യം. അപ്പോൾ ചിന്നുവിൻ്റെ കാര്യത്തിൽ ഈ ഓൾറെഡി പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ ആലോചിച്ചു. പക്ഷെ അതൊന്നുമല്ല ഈ കഥാപാത്രം. ഈ പറഞ്ഞ ഒരു റൊമാൻസ് ഉള്ള പോലീസും ഒക്കെ ആയതുകൊണ്ട് പുതിയൊരു കാര്യമാണത്. അപ്പോൾ ചിന്നുവിനോട് കഥ പറയാൻ വേണ്ടി ഞങ്ങൾ സൂം കോളിലാണ്, ചിന്നു ബോംബെയിലായിരുന്ന സമയത്ത്. അപ്പോൾ ആകെ നമുക്കുണ്ടായിരുന്നത് നമ്മൾ പറയുന്ന കഥ ചിന്നുവിന് വർക്കാവുക. കാരണം ചിന്നു ചെയ്തിരിക്കുന്നത് ഒരു ഫിലിമോഗ്രഫി നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല സിനിമകളാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹമാണ് ചിന്നു എൻ്റെ ഭാഗമാവുക എന്നുള്ളത്. അപ്പോൾ അത് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തൊരു കാര്യമുണ്ട്, ഇതിലെ നായകൻ ആരാന്ന് ചിന്നു ചോദിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇത് പറയണമല്ലോ, പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെ റെസ്പോൺസ് എന്ന് അറിയില്ല. അപ്പോൾ ചിന്നുവിനോട് സൂര്യചേട്ടനാണ് ചോദിച്ചതെന്ന് തോന്നുന്നുണ്ട്, ഇങ്ങനെ നായകന് ചോദിച്ചില്ലല്ലോ. അല്ല, ഞാനങ്ങനെ ചിന്തിച്ചില്ല. ഞാനാ കഥ പറഞ്ഞേ. കഥ കേട്ടപ്പോൾ ഞാൻ കഥ കേട്ടിരുന്നു എന്ന് പറഞ്ഞ്, അല്ല ആനന്ദ് തന്നെയാണ് ചെയ്യുന്നത്. ആ ഓക്കെ, നല്ലതല്ല. എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ ടൈമിൽ. കാരണം അവിടെ ഒരു സംശയം മുഖത്തെങ്കിലും വന്നിരുന്നെങ്കിൽ എന്നെ അത് ബാധിച്ചേനെ. താങ്ക് യു. യുവർ വെൽക്കം. അല്ല, പക്ഷെ ആനന്ദേട്ടൻ ആക്ച്വലി കഥ നറേറ്റ് ചെയ്യുന്നത് ഓരോ കഥാപാത്രങ്ങളെ അഭിനയിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് സൂര്യചേട്ടൻ ആരായിരിക്കും നമ്മുടെ നായകനായിട്ട് ചിന്നുവിൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും എന്നിട്ട് ഞാൻ ഈ മനുഷ്യൻ്റെ മുഖം മാറിയാലല്ലേ വേറെ ആരെങ്കിലും അവിടെ പ്രതിഷ്ഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വേറെ ആരെയും ആനന്ദേട്ടൻ ഇങ്ങനെ ചെയ്ത് ലൈക്ക് ആക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വേറെ ആരെയും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നാ ആനന്ദാണ് നമ്മുടെ നായകൻ. സോ ഫോർ മീ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ദ റൈറ്റ് ഫിറ്റ്. ലൈക്ക് ഐ ഹേർഡ് ദ സ്റ്റോറി ത്രൂ ദ ക്യാരക്ടർ. ഈ ഒരു ഇപ്പൊ തമാശ ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാരെ ഏറ്റെടുത്തൊരു സിനിമയാണ്. ചേച്ചിക്കായാലും ഭയങ്കരമായിട്ട് ഒരുപാട് സ്നേഹം ഓഡിയൻസിന്റെ കിട്ടിയൊരു സിനിമയാണ്. അപ്പൊ അതിന്റെ ഇപ്പൊ നല്ലൊരു സിനിമ വന്നു കഴിഞ്ഞാൽ സ്റ്റാർ കാസ്റ്റ് ഇല്ലെങ്കിലും ഭയങ്കരമായതൊന്നും ഇല്ലെങ്കിലും ആൾക്കാർ നല്ല സാധനത്തിനെ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു വിജയത്തിന്റെ നിന്ന് നോക്കുമ്പോൾ വിശേഷം എത്രത്തോളം കോൺഫിഡൻ്റ് ആണ്? എനിക്ക് ലൈക്ക് ഐ ഫീൽ എനിക്ക് ഇത് നമ്മൾ ഫിലിംസിൽ നമ്മുടെ ജേർണി ഓരോ മൈൽ സ്റ്റോൺസ് ആണല്ലോ, ലൈഫിലാണെങ്കിലും ഒക്കെ. അങ്ങനെ ഒരു മൈൽ സ്റ്റോൺ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പടമാണ് വിശേഷം. നമുക്കെല്ലാവർക്കും. കാരണം അത്ര അതിൻ്റെ ഹാർട്ട് കറക്റ്റ് സ്ഥലത്ത് വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഇതിപ്പം ട്രെയിലറാണെങ്കിലും ഇതിൻ്റെ സോങ്സ് ഒക്കെ കണ്ടിട്ടൊക്കെ ആൾക്കാർ പറയുന്നത് ഫുൾ നമുക്ക് ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയോട് കൂടിയാണ് ഈ സിനിമ ഇത് കണ്ടേന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ സിനിമയിലൂടെ ആൾക്കാർക്ക് ആ പുഞ്ചിരി നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഒബ്വിയസ്ലി എല്ലാവരും ഹാർട്ടിലേക്ക് എടുക്കുന്നൊരു പടമാകും എന്ന് ഐ സ്ട്രോങ്ലി ബിലീവ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പോലീസിന്റെ 2 കഥാപാത്രങ്ങൾ ചെയ്തത്, പക്ഷെ രണ്ടും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ളത്. എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ ചെയ്ത സിനിമകളിലൊക്കെ നല്ല സിനിമകളിൽ ഭയങ്കര ഒന്നിനും ഒരു ക്യാരക്ടർ നമ്മൾ ഒരുപോലെ എന്ന് പറയാനേ പറ്റാത്ത കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുക. അതിങ്ങനെ ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത അതേ കൈൻഡ് ഓഫ് ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു മൈൻഡിൽ തന്നെയാണോ സെലക്ട് ചെയ്യുന്നത്? എനിക്ക് ഐ ഫീൽ നമുക്ക് നമ്മൾ യൂഷ്വലി യു സീ മെൻ
ആക്ടേഴ്സായിട്ട് നമ്മുടെ സിനിമയിൽ അവരവരുടെ ലുക്സിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യും. അവരുടെ ബിയേർഡ്, ഹെയർ സ്റ്റൈല്, കോസ്റ്റ്യൂംസ്. അപ്പോൾ ലൈക്ക് അവർക്ക് ഒരുപാട് പ്ലേ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കൊരു പക്ഷേ ചിലപ്പോൾ അത് ഭയങ്കര ലിമിറ്റഡ് ആണ്, എനിക്ക് എത്രത്തോളം അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എൻ്റെ ആസ് എൻ ആക്ടർ എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വൺ ട്രിക്ക് എന്താ പറയുക പോണിയായിട്ട് ഞാൻ ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഒരു 5 പടം കഴിയുമ്പോൾ ആൾക്കാർക്ക് മടുക്കും. അത് എനിക്കും മടുക്കും, കാണുന്നവർക്കും മടുക്കും, എന്നെ വിളിക്കുന്നവർക്കും മടുക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ളൊരു ഡെസിഷനാണ്. പക്ഷേ ഈ പറയുന്ന സിനിമകളൊക്കെ എന്നെ തേടി വന്ന സിനിമകളാണ്. ഞാനായിട്ട് ഈ സിനിമകൾക്ക് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വരുന്ന സിനിമകൾ ഗിവ് മൈ 100%. അത് എത്ര വ്യത്യസ്തമാക്കാൻ പറ്റുമോ, എത്ര എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ, അതൊക്കെയാണ് ഐ യൂഷ്വലി ട്രൈ ടു ഡു. ബട്ട് ഐ ജസ്റ്റ് ഗോട്ട് എക്സ്ട്രീംലി ലക്കി. ഒരു സിനിമ കഥ കേൾക്കുമ്പോൾ അതിൽ റോളിൽ നമുക്ക് എന്തോരം പെർഫോം ചെയ്യേണ്ടതാണോ, അല്ലെങ്കിൽ മൊത്തത്തിലൊരു കഥയാണോ, എന്താണ് കൂടുതൽ നോക്കുക? ആക്ച്വലി ആദ്യം ഒക്കെ ഞാൻ എൻ്റെ കഥാപാത്രം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മാത്രമാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞാനത് ഓവറോൾ സിനിമയിൽ ലൈക്ക് എൻ്റെ കഥാപാത്രത്തിൽ ആ സിനിമയിൽ ഒരു ഭാഗമാകാൻ ഞാൻ എക്സൈറ്റഡ് ആണോ എന്ന് ഞാൻ നോക്കി തുടങ്ങി. എല്ലാ സിനിമകളും അങ്ങനെയാണെന്നല്ല. ഇപ്പം ചിലപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം സാമൂഹിക പ്രതിബദ്ധതയും പിന്നെ കുറേ സ്ട്രോങ് വിമൻ കഥാപാത്രങ്ങളും ചെയ്ത് അതിൻ്റെ മറ്റേ സ്ഥാപക ചെയർമാനായിട്ട് തന്നെ അതെ, അതുകൊണ്ട് ഞാനിപ്പോൾ വിചാരിച്ചു ഓക്കെ ഇനി ഇതൊന്നും ഇല്ലാത്തൊരു പടം എന്തെങ്കിലും ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്താൽ അത് ഒരു വേറൊരു ജോണറിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഞാനിപ്പോൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്.